കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചിരുന്ന മാസമായിരുന്നു മെയ് മാസം. മെയ് മാസം നമ്മൾ കഴിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജൂൺ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ എത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി നാം വണങ്ങുകയും അമ്മയുടെ ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുകയും അമ്മയോടൊന്നിച്ച് ഈ മെയ് മാസം മുഴുവനും വണക്കമാസത്തിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സ്നേഹത്താൽ ആവരണം ചെയ്യപ്പെട്ട് നമ്മൾ വഴി നടത്തപ്പെട്ട മാസമാണ് മെയ് മാസം. ഇനി ഈശോയുടെ തിരുഹൃദയ മാസമായ ജൂൺ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മെഡ്ജുഗോരിയിൽ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടുന്നത് നാം കാണുകയാണ്. മെഡ്ജുഗോരിയിലെ സന്ദേശം ഇത്രമാത്രമാണ്: നിങ്ങളെ ഞാൻ എൻ്റെ പുത്രൻ്റെ ഹൃദയത്തിൽ എത്തിക്കും. എൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ എൻ്റെ പുത്രൻ്റെ സ്വന്തമായി മാറും. പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൻ്റെ പ്രസക്തി ഇതാണ്. അമ്മയൊരിക്കലും ആരെയും അമ്മയിലേക്ക് ആകർഷിക്കുന്നില്ല. അമ്മ നൽകുന്ന എല്ലാ സന്ദേശങ്ങളും നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ പുത്രനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ ജൂൺ മാസത്തിൽ തിരുഹൃദയ മാസമായി നമ്മൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ജപമാലയും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുഹൃദയ ജപമാല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു കാലത്ത് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു. ഇന്ന് മോഡേൺ കുടുംബങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ള നമ്മുടെ പരമ്പരാഗത പ്രാർത്ഥനകളൊക്കെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് മെഡ്ജുഗോരിയിലെ പരിശുദ്ധയമ്മയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം. സാത്താൻ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന സകല മേഖലകളിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരും വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ പറഞ്ഞു തന്നിരുന്ന, പഠിപ്പിച്ചിരുന്ന, നമ്മളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളും പ്രാർത്ഥനാ രീതികളുമൊക്കെ ഇന്ന് ഞാനും നിങ്ങളും നേതൃത്വം നൽകുന്ന കുടുംബങ്ങളിൽ നിന്നും സഭാ സമൂഹത്തിൽ നിന്നുമൊക്കെ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം. അത് ഗൗരവമായി എടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ, കാരണവന്മാർ, നമ്മുടെ അപ്പച്ചൻ, വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചമാർ പറഞ്ഞു തന്ന ആ വിശ്വാസത്തിലേക്ക് നാം കടന്നു വരണം. അവരൊക്കെ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് കുടുംബജീവിതത്തെ ശക്തിപ്പെടുത്തിയവരാണ്, സഭയെ ശക്തിപ്പെടുത്തിയവരാണ്. ആത്മീയ ആയുധങ്ങൾ ഇതുപോലെ വണക്കമാസം, നമുക്കറിയാം നമ്മുടെ മെയ് മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ വണക്കമാസമൊക്കെ എത്രമാത്രം തീഷ്ണതയോടെയാണ് നമ്മുടെ കാരണവന്മാർ അവരുടെ കാലത്ത് കൊണ്ടാടിയിരുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ വണക്കമാസത്തിന് പുസ്തകം വെച്ച്
അപ്പനും അമ്മയും മക്കളൊക്കെ ഒന്നിച്ച് വണക്കമാസം ചൊല്ലി പ്രാർത്ഥിച്ച് മെയ് അവസാനം വണക്കമാസം പ്രത്യേകമായി ആഘോഷിച്ച് കുടുംബത്തിലും ഇടവകയിലുമൊക്കെ അതിൻ്റെ ആഘോഷമുണ്ടായിരുന്നു. ആ ഒരു മാസം മുഴുവനും പരിശുദ്ധ അമ്മ പ്രത്യേകമായി നമ്മോട് ചേർന്ന് നിന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അനേക അവസരങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മൾ കഴിഞ്ഞ മാസം കടന്നുപോയി തിരുഹൃദയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുഹൃദയ ജപമാല, ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കണം. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശവും. ഈശോയുടെ സ്വന്തമാകുക, ഈശോയെ സ്വന്തമാക്കുക. ഈശോയിൽ നിന്ന് അകറ്റുന്ന എല്ലാ മേഖലകളിൽ നിന്നും മാറി നിൽക്കുക. തമ്പുരാൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി തമ്പുരാൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി ഈ ലോകത്തിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കപ്പെടും. ഈശോയുടെ തിരുരക്തത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ നമ്മൾ പൊതിയപ്പെടുമെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട മെഴുകുതിരി സന്ദേശം വളരെ പ്രസക്തമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ആ 10 രഹസ്യങ്ങളുടെ അവസാന രഹസ്യങ്ങൾ. 9-10 രഹസ്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന്. എന്തുകൊണ്ടാണ് 6 ദർശകർക്ക് നൽകിയ 10 രഹസ്യ സന്ദേശങ്ങൾ, അതിൻ്റെ അവസാന സന്ദേശങ്ങൾ വളരെ പ്രസക്തമാണെന്ന് പറയാൻ കാരണം അവ പാപത്തിൻ്റെ മേൽ ദൈവം അയക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ളതായിരുന്നു. പാപത്തിൻ്റെ മേൽ ദൈവം അയക്കുന്ന ശിക്ഷ അത് ഗൗരവമായുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുവാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി. നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ഒരു പരിണിത ഫലമുണ്ട് എന്നും നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ഒരു ശിക്ഷയുണ്ട് എന്നും ഈ ശിക്ഷ മാറിപ്പോകണമെങ്കിൽ നമ്മൾ ഓരോ പാപത്തിനും പരിഹാരം ചെയ്യണമെന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം ലോകം മുഴുവനും ചെയ്തു കൂട്ടുന്ന ഓരോ പാപത്തിനും പരിഹാരം ചെയ്യാതെ മാപ്പപേക്ഷിക്കാതെ മനുഷ്യൻ അവൻ്റെ ഗർവിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷ ഈ ലോകത്ത് കടന്നു വരും. ഇതാരും ഭയപ്പെടുത്താൻ പറയുന്നതല്ല, മറിച്ച് സ്വന്തം ആത്മാവിനെ കറകൂടാതെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശമാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഒരിക്കലും ആരെയും ഭയപ്പെടുത്താനുള്ള സന്ദേശമല്ല. അമ്മ ഈ സന്ദേശങ്ങൾ നൽകിയത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക്. അമ്മയുടെ ചില സന്ദേശങ്ങൾ അമ്മ നൽകിയത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ എത്ര ഗൗരവമുള്ള കാര്യം അമ്മ സംസാരിച്ചാലും അത് ഏറ്റെടുക്കുവാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ മുതിർന്നവരായ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് മക്കളെ കാണിക്കുന്നത്, പാപം, ശിക്ഷ, അല്ലെ ഇത് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതൊന്നും ഈ കൊച്ചു കുഞ്ഞുങ്ങളോടൊന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്ത സഭയിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ പാപം എന്താണെന്നും അതിൻ്റെ ശിക്ഷ എന്താണെന്നും അതിൻ്റെ പരിണിതഫലം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും ആ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും മാറ്റി നിർത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ എത്തപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മെഴുകുതിരിയിലെ സന്ദേശങ്ങൾ വളരെ പ്രസക്തമാണ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിൻ്റെ ആഹ്ലാദത്തെ, ആനന്ദത്തെക്കുറിച്ചും നിത്യരക്ഷയിലുള്ള സന്തോഷത്തെക്കുറിച്ചും നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ ആ ബോധ്യത്തിൽ വളർത്തിക്കൊണ്ട് വരണം. ഇതൊക്കെ എങ്ങനെയാണ് കുട്ടികളോട് പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തയിൽ നമ്മൾ
സത്യം, നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ആ ധാരണ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പാടില്ല. നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും പാപ സാഹചര്യങ്ങളിലേക്ക് എളുപ്പം എത്തപ്പെടുക. അതുകൊണ്ട് അമ്മ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്: ഈ മുഴുവനും ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് പാപത്തിൻ്റെ പരിണിതഫലമായ ശിക്ഷ ലോകം ഏറ്റെടുക്കേണ്ടി വരും. ഈ ലോകം മുഴുവനും ഒന്നുചേർന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ട് അനുതപിച്ച് മാനസാന്തരപ്പെട്ടാൽ ശിക്ഷ ഒഴിവായിപ്പോകും. അത് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 4-5 തിരുലിഖിതങ്ങളിൽ കാണുന്നു. യോന നിനവയിൽ കടന്നു ചെന്ന് അവരോട് പ്രസംഗിച്ചു, 40 ദിവസങ്ങൾക്ക് ശേഷം നിനവെ നശിപ്പിക്കപ്പെടും. എന്നാൽ രാജാവും പ്രജകളും നിനവെ നിവാസികളും ഒന്നു ചേർന്ന് അവർ ഉപവാസം പ്രഖ്യാപിച്ച് അനുതപിച്ച് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിച്ചു. ആ പ്രദേശം മുഴുവനും ഒന്നു ചേർന്ന് അനുതപിച്ചപ്പോൾ ശിക്ഷ ദൈവം മാറ്റിവെച്ചു. എന്നാൽ ഇന്ന് ഈ ലോകം ഒന്നു ചേർന്ന് അനുതപിക്കാനുള്ള സാധ്യത വളരെ ദൂരെയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായും ഒരു ശിക്ഷ, പാപത്തിൻ്റെ ശിക്ഷ ലോകം ഏറ്റെടുക്കേണ്ടി വരും. അതെപ്രകാരമാണ് എന്ന് നമുക്കറിയില്ല. ആയതിനാൽ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടി കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇന്ന് ലോകത്ത് കടന്നു വന്നിരിക്കുന്ന യുദ്ധം, റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ഈ ദയനീയമായ അവസ്ഥ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പവും അതുപോലെയുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ, പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ, ഇതൊക്കെ ദൈവം ലോകത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, റഷ്യയുടെ ഈ ഹീനമായ പ്രവൃത്തി, ഉക്രൈൻ്റെ മേലെ അവരെടുത്തിരിക്കുന്ന തീരുമാനം, അത് റഷ്യയുടെ മാനസാന്തരത്തിൽ മാറ്റപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ ശക്തമായ സന്ദേശം നൽകിയിരുന്നതാണ്. റഷ്യ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവളുടെ ഭീകര പ്രവൃത്തികൾ അവൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുമെന്നും അങ്ങനെ ലോകം മുഴുവനും വലിയ തിക്താനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ഫാത്തിമയിൽ അമ്മ നൽകിയ സന്ദേശം ലോകം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ആരെങ്കിലുമൊക്കെ രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്തിരുന്നുവെങ്കിൽ, ആരെങ്കിലുമൊക്കെ ജപമാല ഉരുട്ടി റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ഫാത്തിമയിലെ സന്ദേശം ശ്രവിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, 1917 ലഭിച്ച ആ സന്ദേശം ലോകം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ, ഇന്ന് 2021, 22, 23 കാലഘട്ടത്തിൽ ഉക്രൈൻ എന്ന രാജ്യം ഒരുപക്ഷെ ഈ ഭീകരതയിലൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നില്ല. പാവപ്പെട്ട രാജ്യം, ആ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്ത്യാനികളാണെന്ന് നമുക്കറിയാം. റഷ്യയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് അവിടെ നയിക്കുന്നതും ഭരിക്കുന്നതും. എങ്കിലും ക്രൈസ്തവർ, യേശുക്രിസ്തുവിനെ അനുയായികൾ തമ്മിൽ മല്ലടിപ്പിക്കുന്ന രീതിയിൽ തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്രകാരമുള്ള ക്രൂരമായ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രകൃതിക്ഷോഭങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ പരിത്യാഗ പ്രവൃത്തികൾക്ക് സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് മെജ്ജുഗുരിയിൽ പരിശുദ്ധയമ്മ നൽകുന്ന സന്ദേശം. ഫാത്തിമ സന്ദേശങ്ങൾ ഏറ്റെടുക്കുവാനും മടിച്ചു നിന്ന ജനം
മെജ്ജുകുരി സന്ദേശങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭീകരതയിലും വലിയ ചില സംഭവങ്ങൾ ലോകത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവും മെജ്ജുകുരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അമ്മ പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ശിക്ഷയോർത്ത് ഭയപ്പെടരുത്. നിങ്ങൾ ദൈവകോപം ഈ ലോകത്ത് കടന്നു വരുമല്ലോ എന്നോർത്ത് ഭയപ്പെടരുത്. ദൈവകോപത്തെ അകറ്റി നിർത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. മെജ്ജുകുരിയിലെ സന്ദേശമാണ്. നിങ്ങൾ ദൈവകോപത്തെ ഭയപ്പെടരുത്. ദൈവകോപം അകറ്റി നിർത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന പരിത്യാഗ പ്രവൃത്തികൾക്ക് ദൈവത്തിൻ്റെ കോപത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. അതുകൊണ്ടിനി ശിക്ഷയെ ഭയക്കാതെ ശിക്ഷ ഒഴിവാക്കുവാനുള്ള പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വഴിയിലേക്ക് ലോകം മുഴുവനും നീങ്ങണമെന്നുള്ള സന്ദേശമാണ് മെജ്ജുകുരിയിൽ നമുക്ക് ലഭിക്കുക. ഈ ലോകം മുഴുവനും നീങ്ങുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമുക്കറിയാം അത് അസാധ്യമായ കാര്യമാണ്. കാരണം ദൈവത്തെ അംഗീകരിക്കാത്തവർ ലോകത്തിലുണ്ട്, എത്തയിസ്റ്റ് ലോകത്തിലുണ്ട്, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്, പരിശുദ്ധ അമ്മയെ അംഗീകരിക്കാത്തവരുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അവർ ഏറ്റെടുക്കാൻ പോകുന്നില്ല. എന്നാൽ ഇത് മനസ്സിലാകുന്ന നമ്മളെപ്പോലെയുള്ള കുറച്ച് പേരെങ്കിലും ലോകത്തിലുണ്ട്. നമ്മളത് ഏറ്റെടുക്കണം. ഈശോ പറയുന്ന ഈ സന്ദേശങ്ങൾ മനസ്സിലാകുന്ന നമ്മളെപ്പോലെയുള്ളവർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ആത്മാക്കളെ മാത്രം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമല്ല ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു കൂട്ടുത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആവർത്തിച്ച് പറയുന്നത്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പരിത്യാഗം ചെയ്യണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രാർത്ഥിക്കാത്ത മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിത്യാഗം ചെയ്യാത്ത മക്കൾക്ക് വേണ്ടി നിങ്ങൾ പരിത്യാഗം ചെയ്യണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായി കടന്നു വരുവാൻ സാധ്യതയുള്ള ശിക്ഷ ഒഴിവായി പോകും, അത് മാറിപ്പോകും. നിൻ്റെ പ്രാർത്ഥനയിലൂടെ, നിൻ്റെ പരിത്യാഗത്തിലൂടെ, നിൻ്റെ ഇടപെടലിലൂടെ എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകുരിയിൽ സന്ദേശം നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ ഉത്തരവാദിത്വമാണ് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് വലിയ നീണ്ട പ്രാർത്ഥനയിലായിരിക്കുക എന്നുള്ളത്. അനുദിനം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന വ്യക്തികൾക്ക്, മക്കൾക്ക് ലോകത്തെ സഹായിക്കുവാനായിട്ട് സാധിക്കും. ഇത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. മെജ്ജുകുരിയിലെ സന്ദേശം വളരെ പ്രസക്തമാണ്. അമ്മയുടെ സന്ദേശം ഇത് തന്നെയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. മക്കളെ, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വിവിധ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ ഉപവാസത്തോട് പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, ഞാൻ ഈ ഉപവാസം എത്ര ഗൗരവമായി എടുക്കുന്നുണ്ട്. പലപ്പോഴും ഉപവസിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് ഏറ്റെടുക്കുവാൻ സാധിക്കാതെ പോകുന്നു. ചില സഹോദരങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപവാസം എടുക്കുവാൻ തീരുമാനിച്ച ദിവസം മറ്റ് ഒരു ദിവസവും ഇല്ലാത്തത്രയും വിശപ്പാണ്. ഉപവാസം ബോധപൂർവം എടുക്കാൻ ആഗ്രഹിച്ച ദിവസം ഭയങ്കര വിശപ്പ്. ത്യാഗം ചെയ്ത് ഉപവസിച്ച് ഇന്ന് ആത്മാക്കൾ നേടുമെന്ന് ഉറച്ച് തീരുമാനമെടുത്താൽ അന്ന് വയറ്റുവേദന, ശരീരവേദന, ഗ്യാസ് കയറുന്ന അവസ്ഥ, പല രീതിയിലും ശരീരം
ഉപവസിക്കുവാൻ അനുവദിക്കാത്ത സാഹചര്യം. അപ്പോൾ ആൾക്കാർ പറയും, ശരീരം ബലഹീനമാണെങ്കിലും മനസ്സ് സന്നദ്ധമാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ബലഹീനതയിലേക്ക് നോക്കാതെ മനസ്സിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അനേകർ അത് അതിജീവിക്കും. എനിക്ക് വിശന്നാലും എൻ്റെ ഉള്ളിൽ ആത്മാവ് ശക്തിയുള്ളവനായതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവർ ശരീരം ബലഹീനമാണെങ്കിലും മനസ്സ് സന്നദ്ധമാക്കും. അങ്ങനെ ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കും. എന്നാൽ ചില കൂട്ടർ ഇന്ന് തുടങ്ങണ്ട, അടുത്ത ആഴ്ച മുതൽ അങ്ങ് തുടങ്ങാം ഉപവാസം. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഉപവസിച്ചു, ഈ ഒരു വെള്ളിയാഴ്ച ഉപവസിച്ചില്ലെങ്കിൽ സാരയില്ല. ഇല്ലെങ്കിൽ എന്നും മുട്ടുമേ നിന്നാ കൊന്തയില് പ്രാർത്ഥിക്കുന്നേ, ഇന്ന് മുട്ടിന് വേദനയാ, ഇരുന്ന് പ്രാർത്ഥിച്ചേക്കാം. ഇതൊന്നും തെറ്റായ കാര്യങ്ങൾ, വലിയ വലിയ ഗുരുതരമായ തെറ്റായ കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ തന്നെയും ചെറിയ ചെറിയ കോംപ്രമൈസുകളാണ് നമ്മൾ നടത്തുന്നത്. സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്നു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും. ഇതുതന്നെയാണ് മെജ്ജുഗൂരിലെ സന്ദേശങ്ങൾ. ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കുക. നീ വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും നോക്കണ്ട. കൃപ ആരംഭിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അനുസരണം, ചെറിയൊരു ത്യാഗം, ചെറുതായ രീതിയിൽ ഒരു എളിമപ്പെടൽ, മറ്റുള്ളവരോടൊന്ന് ചിരിച്ചു കാണിക്കുന്ന അവസ്ഥ, മനസ്സ് ആരെങ്കിലും വേദനിപ്പിച്ച് സാരയില്ലെന്ന് വെക്കുന്നൊരവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും നീ വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളോട് നീ കോംപ്രമൈസ് ചെയ്യുവാൻ തുടങ്ങിയാൽ, ചെറിയ കാര്യങ്ങൾ ശരീരത്തിൻ്റെ ഒരു സുഖത്തിന് വേണ്ടി നീ മാറ്റിവെക്കുമ്പോൾ, സിമ്പിൾ, യേസോബ് ഒരു പാത്രം പായസത്തിന് വേണ്ടി യാക്കോബിന് തൻ്റെ കടിഞ്ഞൂൽ അവകാശം വിറ്റതുപോലെ അന്ന് അവനത് നിസ്സാരമായി കരുതി. എന്നാൽ കടിഞ്ഞൂൽ അവകാശം എന്താണെന്ന് പിന്നീടാണ് അവൻ തിരിച്ചറിയുന്നത്. ഇതുപോലെ ദൈവകൃപകൾ കടന്നു വരുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ, അത് സാരയില്ല എന്നും വെച്ച് നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറായാൽ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് വലിയ ദൈവീക കൃപകളാകാം. അതുകൊണ്ടാണ് പരിശുദ്ധയമ്മ മെജ്ജൂരിൽ ആവശ്യപ്പെടുന്നത്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നീ സീരിയസ് ആയിട്ട് എടുക്കണം. ചെറിയ ചെറിയ പാപങ്ങൾ പോലും നീ മാറ്റിവെക്കണം. പാപത്തിൻ്റെ സാഹചര്യങ്ങൾ നീ ഉപേക്ഷിക്കണം. അപ്പോൾ കൃപയിൽ നിനക്ക് വളരുവാനായിട്ട് സാധിക്കും. ഈ ലോകത്ത് കടന്നു വരുന്ന ശിക്ഷയെക്കുറിച്ചോ ദൈവകോപത്തെക്കുറിച്ചോ നീ വിഷമിക്കരുത്, ആകുലപ്പെടരുത്. നിനക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ പരിഹാര പ്രവൃത്തികൾക്ക്, നിൻ്റെ ഉപവാസത്തിന് ദൈവത്തിൻ്റെ ക്രോധത്തെ തടഞ്ഞു നിർത്താനാവും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ ഇതിന് പ്രകാരം ലഭിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശിക്ഷ മാറ്റിവെക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെയും ചുറ്റുപാടുമുള്ളവരുടെയും ലോകത്തിൻ്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി ഞാനെന്ന വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും പരിത്യാഗം ചെയ്യുകയും ഉപവസിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആത്മാക്കളെ നേടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന തിരിച്ചറിവാണ് മെജ്ജുഗൂരിയിൽ നമുക്ക് പരിശുദ്ധയമ്മ നൽകുന്ന സന്ദേശം. അതിനുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, മെജ്ജുഗൂരിയിൽ പരിശുദ്ധയമ്മയുടെ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അമ്മയോട് ചേർന്ന് പരിശ്രമിക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും
ഉപവാസത്തിലൂടെയും നമ്മളാലാവുന്ന രീതിയിൽ ചെറിയ തോതിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കും പരിശ്രമിക്കാം. ഈ ശക്തിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പലരുടെയും ആത്മാക്കളെ നേടുവാനുള്ള കൃപ ഈശോയിൽ നിന്ന് നേടിത്തരുവാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.